തോമസ് ഐസക് മന്ത്രിയാകുമ്പോൾ 28 മാസമായിരുന്നു പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത്. മറിയക്കുട്ടി എന്ന വൃദ്ധ പെൻഷൻ ലഭിക്കാത്തതിന്റെ പേരിൽ ചട്ടിയുമായി ഭിക്ഷ യാചിച്ചത് കേരളം കണ്ടു. നാടകം നടത്തി യഥാർത്ഥ വസ്തുത മറക്കുകയാണ് കോൺഗ്രസ്. ഒരാൾക്ക് മാത്രമല്ല സർക്കാർ പെൻഷൻ നൽകേണ്ടത്. കേന്ദ്ര സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് കോൺഗ്രസ് ആണ്. ഭരണം നേടിയെടുക്കുക, അത് എന്ത് പൊറാട്ട നാടകം നടത്തിയിട്ടാണെങ്കിലും അങ്ങനെ എന്ന് മാത്രം. പെൻഷൻ കുടിശ്ശിക വരുത്തിയതിന് സർക്കാരിനെ ഹൈക്കോടതി ശക്തമായി ശകാരിച്ചുവെന്നും പെൻഷൻ കൊടുത്തിട്ട് മതി മറ്റ് ആഘോഷങ്ങൾ എന്നെല്ലാം ഉപദേശിച്ചുവെന്നുമാണ് പല മാധ്യമങ്ങളിലും വാർത്ത വന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങളുണ്ട്. കോടതിക്ക് ഒരു അധികാരം, ഗവർണർക്ക് മറ്റൊരു അധികാരം, സംസ്ഥാന സർക്കാരിനും മറ്റൊരു അധികാരം. അതിൽ എന്തിനാണ് മുൻഗണന എന്ന് കൃത്യമായി നിർവചിക്കുന്നുണ്ട്. പെൻഷൻ കുടിശ്ശിക വരുത്തിയതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാരിനെ ശക്തമായിട്ട് ശകാരിച്ചുവെന്നും പെൻഷൻ കൊടുത്തിട്ട് മതി ആഘോഷങ്ങളെന്നെല്ലാം ഉപദേശിച്ചെന്നുമാണ് ഇന്നത്തെ ഒരു പ്രധാന വാർത്ത. ഒരു കാര്യം പറയട്ടെ, ഭരണഘടനയിൽ കോടതിക്കുള്ള അധികാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഗവർണർക്ക് അതിലുള്ള അധികാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന സർക്കാരിനുള്ള അധികാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്തിനാണ് മുൻഗണന നൽകേണ്ടത്, ഏതൊക്കെ ഇനങ്ങൾക്ക് ചെലവാക്കേണ്ടത് എന്നെല്ലാം തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. ഗവർണർ ചെയ്യുന്ന പോലെ കോടതിയും സർക്കാർ ഭരണത്തിൽ ദേവസ്വത്തിന്റെ കാര്യത്തിൽ എന്ന പോലെ ഇടപെടാതിരിക്കുന്നതാണ് അന്ന്. ഇനി സർക്കാർ തെറ്റ് ചെയ്താലോ ജനങ്ങൾ സർക്കാരിനെ ശിക്ഷിച്ചോളുമെന്ന്. അതാണ് ജനാധിപത്യം. പക്ഷെ നമ്മളിപ്പോൾ ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യത്തിൽ ഈ സർക്കാരിന്റെ റെക്കോർഡ് എന്താ? 2016 തുടങ്ങിയ സർക്കാരിന്റെ തുടർച്ചയല്ലേ ഇത്? ഒരു സംശയവും വേണ്ട, കോടതി പറഞ്ഞതുപോലെ പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ ഔദാര്യമല്ല, അവകാശമാണ്. ഇത് അംഗീകരിച്ചതുകൊണ്ടാണ് കുടിശ്ശിക വരുത്താതെ ഇതുവരെ പോയത്. തോമസ് ഐസക് മന്ത്രിയാകുമ്പോൾ 28 മാസമായിരുന്നു പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത്. ആദ്യം ഞാൻ മന്ത്രിയാവുമ്പോൾ 28 മാസമായിരുന്നു കുടിശ്ശിക. 120 രൂപയായിരുന്നു പെൻഷൻ. അന്ന് അക്കപ്പിച്ച പോലും 28 മാസം കുടിശ്ശികയാക്കിയ ഒരു സർക്കാർ അതിനു മുമ്പ് ഭരിച്ചിരുന്നു. 2016 മന്ത്രിയാവുമ്പോഴേ 18 മാസം കുടിശ്ശികയെന്ന് ഞാൻ പറയാം. പക്ഷെ സത്യം പറഞ്ഞാൽ ഓരോ ക്ഷേമതിക്കും ഓരോ കണക്കാ. എവിടെയൊക്കെ കുടിശ്ശികയെന്ന് കൃത്യം പറയാനും പോലും പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് ആ ഓണത്തിന് 15,000 രൂപ വരെ 600 രൂപ പെൻഷൻ കൊടുത്തുകൊണ്ട് ഉത്തരവിറക്കി. പിന്നെ ആ കണക്ക് നോക്കിയൊക്കെ ശരിപ്പെടുത്തിയത്. ഈ 600 രൂപ പെൻഷൻ 1,600 ആക്കി. അത് കൃത്യമായിട്ട് കൊടുക്കുന്നതിനൊരു കമ്പനി ഉണ്ടാക്കി. സർക്കാരിന് എല്ലാ മാസവും 900-1000 കോടി കൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നേക്കാം ചിലപ്പോൾ താൽക്കാലികമായിട്ട്. അങ്ങനെ വരുമ്പോൾ തൽക്കാലം വായ്പ എടുത്ത് കൃത്യമായിട്ട് പാവങ്ങൾക്ക് കൊടുക്കുക. ആ കമ്പനിയുടെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ തടഞ്ഞിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം 3 മാസം 4 മാസം കുടിശ്ശിക വന്നിട്ടുള്ളത്. ഇതിന്റെ പേരിൽ എന്താ ശകാരം, എന്തോ ഭയങ്കര പാതകം സർക്കാർ ചെയ്തു എന്നുള്ള മട്ടില്. മറിയക്കുട്ടി എന്ന വൃദ്ധ പെൻഷൻ ലഭിക്കാത്തതിന്റെ പേരിൽ ചട്ടിയുമായി ഭിക്ഷ യാചിച്ചത് കേരളം കണ്ടു. പക്ഷേ അവരടക്കം മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, ഈ ഒരാൾക്ക് മാത്രമല്ല സർക്കാർ പെൻഷൻ നൽകേണ്ടത്. ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീ, അവർക്ക് ആക്ഷേപമുണ്ട്, പെൻഷൻ കിട്ടിയിട്ടില്ല 4 മാസം എത്ര മാസം എന്ന് വെച്ചാൽ. ഒരാൾക്കല്ലോട്ട് പെൻഷൻ നൽകുന്നത് 60 ലക്ഷത്തിൽ പരം പേർക്കാ. അതിലൊരാൾക്ക് ഈ പരാതി. പ്രതിപക്ഷമാണെങ്കിലോ ഇത് വെച്ചൊരു നാടകം കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ അഭിനയമൊക്കെ കണ്ടാൽ ആർക്കാ മനസ്സിലാവാതിരുന്നത്? എന്താ കാരണമൊന്നും അന്വേഷിക്കണം. എവിടെ പെശക് പറ്റിയത്? മസ്റ്ററിങ് നടത്താഞ്ഞിട്ടാണ്, നടത്തിയതിൽ വല്ല പെശക് വന്നിട്ടാണ്, അല്ലെങ്കിൽ 65 ലക്ഷം പേർക്ക് കിട്ടുന്ന പെൻഷൻ പേർക്ക് കിട്ടാതെ പോകുന്നത്? അല്ല, ഈ 4 മാസം വൈകിയതുകൊണ്ടാണോ? അടുത്ത ഫെസ്റ്റിവലിന് കൊടുക്കും. സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി വരുത്തുന്നത് കേന്ദ്ര സർക്കാരാണ്. അവർ നൽകുന്നത് തന്നെ നക്കാപ്പിച്ച തുകയാണ്. അത് തരുന്നില്ല എന്ന് മാത്രമല്ല, അത് മറ്റേതെങ്കിലും വഴി കൊടുക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ അത് മുടക്കുകയാണ്. സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോഴേ ആ പ്രതിസന്ധി കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ളതാ. അവർ തരേണ്ട പണം തരുന്നില്ലെന്ന് മാത്രമല്ല, അതൊരു നക്കാപ്പിച്ചയാണ്.
ഇത് കൊടുക്കുന്നതിന് വേണ്ടി എടുക്കുന്ന നടപടികളെ ആകെ തടസ്സപ്പെടുത്തുന്ന നിലപാട് സ്വീകരിക്കുകയാണ്. എന്നാൽ ഈ സർക്കാരിൻ്റെ പ്രതിബദ്ധത നാട്ടിലെ പാവങ്ങളോടാണ്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ നാട്ടിലെ പാവങ്ങളോട് വാഗ്ദാനം ചെയ്തതുപോലെ പെൻഷൻ ഇനിയും വർദ്ധിപ്പിക്കും, സമയത്ത് തരും. പക്ഷേ ഇതിന് ഉത്തരവുണ്ടല്ല, രാഷ്ട്രീയവും. എന്തുകൊണ്ടാ ഇത് അസാധ്യമാക്കി തീർക്കുന്ന ഈ കേന്ദ്ര സർക്കാരിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണം? കേന്ദ്ര സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് കോൺഗ്രസ് ആണ്. ഈ കേന്ദ്ര സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള കോലാഹലങ്ങളും നാടകങ്ങളും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ അല്ല ഡൽഹിയിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കേണ്ടത്. പാവങ്ങളുടെ സാധാരണക്കാരുടെ പെൻഷന് വേണ്ടി ഡൽഹിയിൽ ശക്തമായിട്ട് വാദിക്കാൻ തയ്യാറുള്ള ഇടതുപക്ഷത്തെയാണ് അയക്കേണ്ടത്. ഈ രാഷ്ട്രീയമാണ് ഈ പ്രശ്നത്തിന് ഉത്തരം. അത് ബഹുമാനപ്പെട്ട കോടതിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഞങ്ങളുടെ പ്രതികരണം ഇതാണ്. ഇങ്ങനെ തോമസ് ഐസക് വിഷയം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് ഇത്ര മാത്രം: സർക്കാരിനെതിരെ നാടകം നടത്തി യഥാർത്ഥ വസ്തുത മറക്കുകയാണ് കോൺഗ്രസ്. UDF ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്ന പെൻഷനേക്കാൾ തുക ഇടത് സർക്കാർ വർദ്ധിപ്പിച്ചു. കുടിശ്ശിക പരമാവധി കുറച്ചു. കേന്ദ്ര സർക്കാരിന് തുക നൽകുന്നില്ല എന്ന വസ്തുത ദേശീയ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് മറച്ചു പിടിക്കുകയാണ്. അവരുടെ ലക്ഷ്യം ഭരണം നേടിയെടുക്കുക. അത് എന്ത് പൊറാട്ട നാടകം നടത്തിയിട്ടാണെങ്കിലും അങ്ങനെ എന്ന് മാത്രം.